Hello friends, this video we irrigation engineering reservoirs, dams, canals, storage and diversion headworks and topics discuss. ആദ്യം തന്നെ എന്താണ് ഒരു റിസർവോയർ? ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ അക്രോസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് വാട്ടർ കെട്ടിക്കിടക്കും. അപ്പോൾ ഇങ്ങനെ അക്യുമുലേറ്റ് ആകുന്ന വാട്ടർ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഫോർമേഷനിലേക്ക് മാറുകയും ഇതിനെ നമ്മൾ റിസർവോയർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. Barriers when constructed across rivers and streams cause accumulation of water behind them. The water thus accumulated in the form of an artificial lake is called a reservoir. റിസർവോയർസിൽ തന്നെ ഏറ്റവും കോമൺ എക്സാമ്പിൾ നമുക്ക് പറയാനുള്ളത് ഒരു ഡാം ആണ്. നദിയുടെ അക്രോസ് ആയിട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു, ഒഴുകി വന്നുകൊണ്ടിരുന്ന വെള്ളം അവിടെ ഒബ്സ്ട്രക്റ്റ് ആവുകയും അതൊരു ലേക്ക് ഫോർമേഷൻ, ഒരു റിസർവോയർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി എന്തിനാണ് നമ്മൾ ഇതേപോലത്തെ റിസർവോയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്ലഡ് കൺട്രോൾ. ഇപ്പോൾ നല്ല ഒഴുക്കുള്ള സമയം, റെയിനി സീസണിൽ തന്നെ പുഴകളിൽ നല്ല ഒഴുക്കായിരിക്കും. അപ്പോൾ താഴോട്ടുള്ള ഡൗൺ സ്ട്രീം ഏരിയാസിൽ ഫ്ലഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒഴുകി വരുന്ന വെള്ളത്തിനെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇറിഗേഷൻ പർപ്പസസിനായിട്ട് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് കൃഷിയിടങ്ങളിലേക്ക് ഈ വെള്ളത്തിനെ, പുഴയിലെ വെള്ളത്തിനെ നമുക്ക് കനാൽസിലൂടെ ഡൈവേർട്ട് ചെയ്ത് ഇറിഗേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ റിസർവോയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നാവിഗേഷണൽ പർപ്പസസിന്, അതായത് ബോട്ട്, ഷിപ്സ് പോലുള്ള വെസൽസ് യൂസ് ചെയ്തിട്ടുള്ള നാവിഗേഷണൽ പർപ്പസസിന് നമ്മൾ ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ റിസർവോയേഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പനാമ കനാൽ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. അറ്റ്ലാന്റിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മാരിടൈം ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കനാൽ സിസ്റ്റമാണ് ഈ പനാമ കനാൽ. അപ്പോൾ അവിടെ ഈ രണ്ട് ഓഷൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാട്ടർ ബോഡി വേണം ഷിപ്സിനും ബോട്ട്സിനും ഒക്കെ നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ കുറേ ഡാംസ് കൺസ്ട്രക്ട് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്സിൻ്റെ ഒരു സിസ്റ്റം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഈ ഷിപ്സ് നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നാവിഗേഷണൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ റിസർവോയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്, റെക്രിയേഷൻ, ബോട്ടിംഗ് പോലുള്ള റെക്രിയേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചെറിയ റിസർവോയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഫിഷ്, വൈൽഡ് ലൈഫ് ഇവയുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ട്, അതായത് നല്ല ഒഴുക്കുള്ളപ്പോൾ സൈഡിലുള്ള സോയിൽ ഇറോഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർവോയേഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള റിസർവോയറാണ് ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വഴി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാംസിൻ്റെ ക്ലാസിഫിക്കേഷനോടെ നമുക്കൊന്ന് നോക്കി വെക്കാം. അക്കോർഡിംഗ് ടു യൂസേജ് ഡാംസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്റ്റോറേജ് ഡാം, ഡൈവേർഷൻ ഡാം ആൻഡ് ഡിറ്റൻഷൻ ഡാം. സ്റ്റോറേജ് ഡാം എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വാട്ടർ സ്റ്റോർ ചെയ്യുക, അതായത് നല്ല ഒഴുക്കുള്ള സമയത്ത് അല്ലെങ്കിൽ റെയിനി സീസണിലോ നന്നായിട്ട് വാട്ടർ ക്വാണ്ടിറ്റി അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡാംസ് കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം അവിടെ കെട്ടി നിർത്തും. പിന്നീട് ഉണക്ക സമയങ്ങളിൽ ഈ വെള്ളം നമുക്ക് പിന്നീട് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസസിനോ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ഈ വെള്ളം പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡാം നോർമലി കൺസ്ട്രക്റ്റഡ്. Storage dam is constructed to impound water to its upstream side during periods of excess supply in the river and is used in periods of deficient supply. നല്ല ഒഴുക്കുള്ള സമയത്ത് ഈ വാട്ടറിനെ കെട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറേജ് ഡാംസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ഡൈവേർഷൻ ഡാം. ഡൈവേർഷൻ ഡാം എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിലെ കുറച്ച് വെള്ളം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഒരു കനാലിലേക്ക്, ഏറ്റവും കോമൺ എക്സാമ്പിളാണ് കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാമാണ് ഡൈവേർഷൻ ഡാംസ്. അപ്പോൾ അത് വെള്ളത്തിനെ നിർത്തുകയല്ല ചെയ്യുന്നത്, സ്റ്റോറേജ് ഡാം കൂട്ട് വെള്ളത്തിനെ കെട്ടി നിർത്തുകയല്ല ചെയ്യുന്നത്, അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു പാത്തിലേക്ക്, വേറൊരു കനാലിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടുവാണ് ഡൈവേർഷൻ ഡാംസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഡൈവേർഷൻ ഡാമാണ്. ഈ പുഴയിൽ കൂടെ ഒഴുകി പോകുന്ന ഈ റിവറിൽ കൂടെ പോകുന്ന വെള്ളത്തിനെ ഈ ഒരു ഡൈവേർഷൻ ഡാം യൂസ് ചെയ്ത് അവിടെ വാട്ടറിൻ്റെ ലെവൽ കുറച്ച് കൂട്ടും. അപ്പോൾ അത് സൈഡിലുള്ള ഈ കനാൽ സിസ്റ്റത്തിലേക്ക് ഒഴുകി പൊക്കോളും. അപ്പോൾ അതാണ് ഡൈവേർഷൻ ഡാം. അടുത്തത് ഡിറ്റൻഷൻ ഡാം.
ഡിറ്റൻഷൻ ഡാമും നേരത്തെ പറഞ്ഞ സ്റ്റോറേജ് ഡാം കൂട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ ഈ വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് മറ്റ് യൂസേഴ്സിലേക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ടാണ് ഡിറ്റൻഷൻ ഡാംസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ വാട്ടർ ഡ്യൂറിങ് ഫ്ലഡ്സ് ആൻഡ് റിലീസ് ഇറ്റ് ഗ്രാജുവലി അറ്റ് എ സേഫ് റേറ്റ് വെൻ ദ ഫ്ലഡ് റിസീഡ്സ്. ഇറ്റ് മേ ഓൾസോ ബി യൂസ്ഡ് ആസ് എ സ്റ്റോറേജ് ഡാം. അപ്പോൾ നല്ല ഒഴുക്കുള്ള സമയത്ത് കെട്ടി നിർത്തുന്നു, പിന്നീട് ചെറിയ തോതിൽ ഈ വെള്ളത്തിനെ ഒഴുക്കി വിടുന്നു. ഡ്രാസ്റ്റിക് ആയിട്ട് അപ്പം തന്നെ ആ വരുന്ന അതേ ഫ്ലോയിൽ ഡിസ്ചാർജിൽ തന്നെ നമ്മൾ വെള്ളം ഒഴുക്കി വിടുവാണെങ്കിൽ താഴത്തെ ഡൗൺ സ്ട്രീം ഏരിയാസിൽ ഫ്ലഡ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതിനെ തടഞ്ഞു നിർത്തിയിട്ട് പിന്നീട് ചെറിയൊരു ഡിസ്ചാർജിൽ റേറ്റിൽ നമ്മളിതിനെ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. എന്ത്? ഡിറ്റൻഷൻ ഡാംസ്. അപ്പോൾ 3 ടൈപ്പ് ഡാം പറഞ്ഞു: സ്റ്റോറേജ് ഡാമും, ഡൈവേർഷൻ ഡാമും, ഡിറ്റൻഷൻ ഡാമും. ഇനി ബേസ്ഡ് ഓൺ ഹൈഡ്രോളിക് ഡിസൈൻ വീണ്ടും നമുക്ക് 2 ടൈപ്പായിട്ട് ഡാംസിനെ ക്ലാസിഫൈ ചെയ്യാം: ഓവർഫ്ലോ ഡാംസ് ആൻഡ് നോൺ ഓവർഫ്ലോ ഡാംസ്. നോൺ ഓവർഫ്ലോ ഡാം എന്ന് പറയുമ്പോൾ ഡാമിൻ്റെ ഹയസ്റ്റ് ലെവൽ വാട്ടർ ലെവലിൻ്റെ ഏറ്റവും മുകളിൽ, വാട്ടർ ലെവലിനെക്കാട്ടിലും മുകളിലായിരിക്കും. അപ്പം എത്ര ശ്രമിച്ചാലും അല്ലെങ്കിൽ എത്ര ഒഴുക്കുള്ള സമയത്താണെങ്കിലും ഈ വാട്ടറിന് ഡാമിൻ്റെ മുകളിലത്തെ ലെവൽ വരെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഓവർഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഡാംസാണ് നോൺ ഓവർഫ്ലോ ഡാംസ്. Non-overflow dam is one in which the top of the dam is kept at a higher elevation than the maximum expected high flood level. ഈ മാക്സിമം എക്സ്പെക്റ്റഡ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും മാക്സിമം ഒഴുക്ക് വന്നാൽ കൂടെ ആ പുഴയിൽ കൂടെ വരുന്ന വെള്ളം കെട്ടി നിർത്തുമ്പോൾ അതിന് മാക്സിമം എത്ര ലെവൽ വരെ എത്താം, എലിവേഷൻ എന്നതാണ് ഈ മാക്സിമം ഹൈ ഫ്ലഡ് ലെവൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാട്ടിലും ഹയർ ലെവലിലായിരിക്കും ഡാമിൻ്റെ ടോപ്പ് സർഫസ് വരുന്നത്. അതുകൊണ്ട് വെള്ളം ഓവർഫ്ലോ ആകില്ല. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓവർഫ്ലോ ഡാമിൻ്റെ കേസ്. ഓവർഫ്ലോ ഡാമിൻ്റെ കേസിൽ ചെറിയ തോതിൽ വാട്ടർ ഓവർഫ്ലോ ചെയ്ത് ഒഴുകി പോകും. ആൻ ഓവർഫ്ലോ ഡാം ഇസ് വൺ വിച്ച് ഇസ് ഡിസൈൻ ടു ക്യാരി സർപ്ലസ് ഡിസ്ചാർജ് ഓവർ ഇറ്റ്സ് ക്രസ്റ്റ് എന്ന് വിളിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെയാണ്. ആൻ ഓവർഫ്ലോ ഡാം ഇസ് കോമൺലി നോൺ ആസ് എ സ്പിൽവേ. നമ്മൾ സ്പിൽവേ എന്ന് കോമൺലി ഒരു ഡാമിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടേമും ഈ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന പോർഷന് വേണ്ടിയിട്ടാണ്. ഈ ഫിഗറിൽ കാണുന്നതാണ് സ്പിൽവേ. അപ്പോൾ വാട്ടർ ലെവൽ പൊങ്ങി വരാൻ നേരം ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിയുമ്പോൾ സ്പിൽവേയിൽ കൂടെ ഓവർഫ്ലോ ആയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകി വരും. അപ്പം അവിടാണ് ഈ സ്പിൽവേയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഡാമിൻ്റെ ഒരു സേഫ്റ്റി വാൽവ് എന്നൊക്കെ നമുക്ക് സ്പിൽവേ വിളിക്കാം. കാരണം ഈ സ്പിൽവേ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തില്ല എങ്കിൽ മൊത്തത്തിൽ ഡാമിനെ തന്നെ അത് ഫെയിലിയർ ഉണ്ടാകുന്ന രീതിയിൽ പൊളിഞ്ഞു വീഴാനുള്ള ചാൻസസ് ഉണ്ട്. ഈ സ്പിൽവേസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ, OG സ്പിൽവേ, സൈഡ് ചാനൽ സ്പിൽവേ, സൈഫൺ സ്പിൽവേ, അങ്ങനെ പല ടൈപ്സ് സ്പിൽവേസ് നമ്മൾ ഡാംസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്പിൽവേ എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് നമുക്ക് ഡാംസിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: റിജിഡ് ഡാംസും നോൺ റിജിഡ് ഡാംസും. റിജിഡ് ഡാം എന്ന് പറയുമ്പോൾ വളരെ റിജിഡ് ആയിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാംസ് ആണ് റിജിഡ് ഡാംസ്. മേസണറി, അതായത് ബ്രിക്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്ത്, സ്റ്റീല്, ടിമ്പർ ഇവയൊക്കെ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാംസ് ആണ് റിജിഡ് ഡാംസ്. അപ്പോൾ റിജിഡ് ഡാംസിനെ നമുക്ക് വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സോളിഡ്, മേസണറി ഓർ കോൺക്രീറ്റ്, ഗ്രാവിറ്റി ഡാം. അപ്പോൾ എന്താണ് ഒരു ഗ്രാവിറ്റി ഡാം? ഈ ഗ്രാവിറ്റി ഡാം എന്നൊക്കെ നമ്മൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഗ്രാവിറ്റി ഡാം എന്ന് വിളിക്കുന്നത് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് ഒരു സൈഡിൽ നിന്ന് വെള്ളം കെട്ടി നിർത്തുന്നുണ്ടായിരിക്കും. ഈ വാട്ടർ ഈ ഡാമിലേക്കൊരു ഓവർ ടേണിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓവർ ടേണിംഗ് ഫോഴ്സ്, അതേപോലെ വാട്ടറിൻ്റെ വെയിറ്റ്, താഴെ സിൽറ്റ് ഉണ്ടാകും, അടിഞ്ഞുകൂടുന്ന സിൽറ്റ്, അതിൻ്റെ പ്രഷർ, പിന്നെ അപ്ലിഫ്റ്റ് പ്രഷർ, അങ്ങനെ പല ഫോഴ്സസ് ആയിരിക്കും ഒരു ഡാം സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നത് ആ ഡാമിൻ്റെ വെയിറ്റ് ആണ് എങ്കിൽ അങ്ങനത്തെ ഡാംസിനെയാണ് ഗ്രാവിറ്റി ഡാംസ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ വാട്ടർ പ്രഷർ കാരണം ഓവർ ടേൺ ചെയ്യാതെ അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് പ്രഷർ കാരണമൊക്കെ ഓവർ ടേൺ ചെയ്യാതെ അത് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഡാമിൻ്റെ വെയിറ്റ് കാരണമാണ് അത് ഈ എക്സ്റ്റേണൽ ഫോഴ്സസിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഡാംസിനെ ഗ്രാവിറ്റി ഡാംസ് എന്നാണ് വിളിക്കുന്നത്. A gravity dam is the one in which external forces are resisted by the weight of the dam. അടുത്തത് ആർച്ച് ഡാം. ആർച്ച് ഡാം എന്ന് വെച്ചാൽ ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർച്ച് ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സസ് എല്ലാം കൂടെ ആർച്ച് ആക്ഷൻ വഴി ഈ 2 സപ്പോർട്ട്സിലേക്ക്, ആർച്ചിൻ്റെ 2 എൻഡ്സിൽ വരുന്ന അബട്ട്മെൻറ്റ്സിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഡാംസിനെയാണ്, ആർച്ച് ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാംസിനെയാണ് നമ്മൾ ആർച്ച് ഡാംസ് എന്ന് വിളിക്കുന്നത്.
An arch dam is a dam curved in plan and carries major parts of its water load horizontally to the abutment by arch action. ഈ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ആർച്ച് ഡാമാണ്. ഇപ്പോൾ ഒരു ആർച്ച് ഷേപ്പിലാണ്, കേർവ്ഡ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ വാട്ടർ കാരണം വരുന്ന ലോഡ് ഇതെല്ലാം ആക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് എഡ്ജസിലേക്ക്, രണ്ട് അറ്റത്ത് വരുന്ന അബട്ട്മെൻറ്റിലേക്കായിരിക്കും ഈ ലോഡ് ട്രാൻസ്ഫർ ആവുന്നത്. അടുത്തത് ബട്ട്രസ് ഡാം. ബട്ട്രസ് ഡാം എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണുന്ന ടൈപ്പ് ഡാംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഡാമിൻ്റെ ആ ഒരു സർഫസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതേപോലത്തെ ട്രയാങ്കുലർ പ്രൊജക്ഷൻസ് കാണും. ഈ ട്രയാങ്കുലർ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ബട്ട്രസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡാം സർഫസിലേക്ക് വരുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ബട്ട്രസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഡാംസ് ആണ് ബട്ട്രസ് ഡാംസ്. ബട്ട്രസ് ഡാം കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ബട്ട്രസസ് ഓർ പിയേഴ്സ് dividing the space to be dammed into a number of spans. ഇപ്പോൾ ഈ സ്പാൻസിൻ്റെ രണ്ട് ബട്ട്രസിന് ഇടയ്ക്കുള്ള പോർഷൻ ആർച്ച് ഷേപ്പിലാണെങ്കിൽ അതിനെ ആർച്ച്ഡ് ബട്ട്രസ് ഡാം എന്ന് വിളിക്കാം. ഫ്ലാറ്റ് സ്ലാബ് ആണ് ഇടയ്ക്ക് വരുന്നതെങ്കിൽ അതിനെ ഡെക്ഡ് ടൈപ്പ് ബട്ട്രസ് ഡാം എന്നും വിളിക്കാം. പിന്നെ സ്റ്റീൽ വെച്ചിട്ടുള്ള ഡാംസ് ആണെങ്കിൽ സ്റ്റീൽ ഡാംസ്, ടിമ്പർ വെച്ചിട്ടുള്ള ഡാംസ് ആണെങ്കിൽ ടിമ്പർ ഡാംസ് എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ ടിമ്പർ ഡാമൊക്കെ യൂഷ്വലി നമ്മൾ ടെമ്പററി പേർപ്പസസിനായിട്ടൊക്കെ, അതും വലിയ ഒഴുക്കില്ലാത്ത ചെറിയ സ്ട്രീംസിലൊക്കെയാണ് ടിമ്പർ ഡാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള റിജിഡ് ഡാംസിൻ്റെ കാറ്റഗറിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്രാവിറ്റി ഡാം പറഞ്ഞു. അപ്പം ഗ്രാവിറ്റി ഡാമിനെ കുറിച്ച് യൂഷ്വലി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ ടൈപ്പ് ഓഫ് ഡാം വിച്ച് റെസിസ്റ്റ് ദ ഫോഴ്സസ് ഡ്യൂ ടു ഇറ്റ്സ് വെയ്റ്റ്. എങ്ങനത്തെ ഡാം, ഏത് ഡാമാണ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രാവിറ്റി ഡാം എന്നുള്ളതിൻ്റെ കീവേഡ്, ആ കീവേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ അത് ഓർത്തോണം. പിന്നെ ആർച്ച് ഡാം, ആർച്ച് ആക്ഷൻ വഴിയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നുള്ളത് ബട്ട്രസ് ഡാം. ഇനി അടുത്തത് നമ്മുടെ നോൺ റിജിഡ് ഡാംസിനെ കുറിച്ച് നോക്കാം. നോൺ റിജിഡ് ഡാംസ് ആർ ദോസ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് ഓഫ് നോൺ റിജിഡ് മെറ്റീരിയൽസ് സച്ച് എസ് എർത്ത് ഓർ റോക്ക് ഫിൽ. ഇപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഡാം എവിടെയാണോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ആ ഏരിയയിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മണ്ണ്, ഗ്രാവല് അവയൊക്കെ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന അത്ര ഹൈറ്റ് ഇല്ലാത്ത ഡാംസിനെയാണ് നമ്മൾ ഏർത്തേൺ ഡാംസ് എന്നൊക്കെ വിളിക്കുന്നത്. അതേപോലെ റോക്സ് യൂസ് ചെയ്തിട്ട്, റോക്സിൻ്റെ തന്നെ പല സൈസുകൾ യൂസ് ചെയ്ത് അതിനെ അടുക്കി വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാംസാണ് റോക്ക് ഫിൽ ഡാംസ്. അപ്പോൾ ഇവ രണ്ടും ഈ നോൺ റിജിഡ് ഡാംസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. റിജിഡ് ഡാംസിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ ബ്രിക്സ്, മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്ത്, സ്റ്റീല്, ടിമ്പർ ഇവയൊക്കെ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാംസാണ് റിജിഡ് ഡാംസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് റിസർവോയർ ആൻഡ് ഡാം എന്ന ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ റെഗുലേഷൻ വർക്ക്സ്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഒരു സ്റ്റോറേജ് ഹെഡ് വർക്ക്? An impervious high barrier or wall constructed across a river at a suitable site for the purpose of collecting water which can be used as and when required. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡാം അതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ഒരു സ്റ്റോറേജ് ഹെഡ് വർക്ക്? ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാട്ടറിനെ തടഞ്ഞു നിർത്തുക, വെള്ളം നമ്മൾ കെട്ടി നിർത്തുന്നു, ആ വെള്ളം പിന്നീട് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് വിളിക്കുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് വിളിക്കുന്നതോ, ഈ ഒഴുകി വരുന്ന വെള്ളത്തിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഒരു കനാലിലേക്ക് ഒഴുക്കി വിടുവാണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന, കനാലിലേക്ക് ആവശ്യമായ വെള്ളം സിൽറ്റ് ഒന്നും ഇല്ലാതെ കടത്തിവിടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് വിളിക്കുന്നത്. The works which are conducted at the head of the canal in order to divert the river water towards the canal so as to ensure a regulated continuous supply of silt-free water with a certain minimum head into the canal are known as diversion head works. ഇപ്പോൾ സ്റ്റോറേജ് ഹെഡ് വർക്കിൽ ഡാം പറഞ്ഞ ഒരു നല്ല എക്സാമ്പിളാണ്. ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ കേസിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന സ്ട്രക്ചറാണ് ഒരു വെയർ. ഇപ്പോൾ വെയർ എന്താണ്, ബരാജസ് എന്തുവാന്നൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം വെയർ എന്താണെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വെയർ ഇസ് എ സോളിഡ് obstruction put across the river to raise its water level and divert the water into a canal. അപ്പം വെള്ളത്തിന് എതിരെ നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു,
അത് ഈ അവിടുത്തെ വാട്ടർ ലെവൽ കൂട്ടും. ഈ ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ വാട്ടർ ലെവൽ ഒന്ന് പൊങ്ങും. ഈ പൊങ്ങുമ്പോൾ ഈ വാട്ടർ ലെവൽ നമ്മൾ സൈഡിലേക്കുള്ളൊരു കനാലിൻ്റെ ഓപ്പണിങ്ങിലേക്ക്, ഡൈവേർഷൻ ഹെഡ് വർക്കിലേക്ക് നമ്മൾ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. If a weir also stores water for tiding over small periods of short supply, it is called a storage weir. ഇപ്പോൾ വാട്ടർ കുറേ നാളത്തേക്ക് കെട്ടി നിർത്താനായിട്ട് നമ്മൾ വെയർ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ സ്റ്റോറേജ് വെയർ എന്നും വിളിക്കാം. The main difference between a storage weir and a dam is only in height and the duration for which the supply is stored. അതായത് ഡാമും വെയറും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ വ്യത്യാസം വരുന്നത് ഒന്ന് എത്ര ഹൈറ്റിലേക്കാണ്. ഡാം നമ്മൾ നല്ല ഹൈറ്റിലേക്ക് കെട്ടും, വേറെ ചെറിയൊരു ഹൈറ്റിലേക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യത്തുള്ളൂ. പിന്നെ എത്ര നാളത്തേക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ടെന്നും. ഡാമിൻ്റെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ വർഷങ്ങളിലേക്ക് നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. വെയറിൻ്റെ കേസിൽ കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളിലേക്കൊക്കെ മാത്രമേ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളൂ. ഈ ഫിഗറിൽ കാണുന്ന ഒരു വെയറാണ്. ഇനി വേറെ സൈഡിലായിട്ട് ഈ റെഗുലേഷൻ വർക്ക്സ്, ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ സൈഡിലോട്ട് കാണാം. ഇനി ബറാഷ് എന്ന് പറയുന്നത് എന്താണ്? വെയറിന് സിമിലർ ആയിട്ട് തന്നെ നമ്മൾ ഈ റിവറിന് അക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് ഈ ബറാഷ്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വെയർ ആകുമ്പോൾ ഒരു മേസണറി, ഒരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്. പക്ഷേ ബറാഷ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴുകി പോകുന്ന ഗേറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇപ്പം നമുക്ക് വെള്ളം ഒഴുക്കി വിടണം എങ്കിൽ ഈ ഗേറ്റ്സ് ലിഫ്റ്റ് ചെയ്യാം, അതനുസരിച്ച് വെള്ളം ഒഴുകി പോകും. വാട്ടറിനെ അക്യൂമുലേറ്റ് ചെയ്ത് നിർത്തണം എങ്കിൽ ഗേറ്റ്സ് ലോവർ ചെയ്താൽ വെള്ളം അവിടെ തടഞ്ഞ് നിർത്തുകയും ചെയ്യും. The function of a barrage is similar to that of a weir, but the heading up of water is affected by gates alone. No solid obstruction is put across the river. ഇപ്പോൾ ഗേറ്റ്സിൻ്റെ വർക്കിംഗ് അനുസരിച്ച് ഇതിൻ്റെ ഒഴുക്ക് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. വെയറിൻ്റെ കേസിൽ അങ്ങനെയല്ല, നമ്മളൊരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് എ കനാൽ ഹെഡ് വർക്ക്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഒരു കനാൽ ഹെഡ് വർക്ക്, അതായത് റിവറിൽ നിന്ന് നമ്മളൊരു വെയർ കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം നമ്മളൊരു കനാലിലേക്ക് ഒഴുക്കി വിടുന്നു. അപ്പോൾ ഈ കനാലിലേക്ക് കയറി വരുന്ന വെള്ളത്തിൻ്റെ സിൽറ്റ് തടഞ്ഞു നിർത്താൻ, അതേപോലെ ആവശ്യമായ സപ്ലൈ കനാലിലേക്ക് ഒഴുകി വരുന്നു, ഹെഡ് ആവശ്യത്തിന് വരുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കനാൽ ഹെഡ് വർക്ക്. ഇപ്പോൾ ഈ കനാൽ ഹെഡ് വർക്കിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, ഓരോ പാർട്ടിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതാണ് ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഒരു കനാൽ ഹെഡ് വർക്കിൻ്റെ. അപ്പോൾ ഇവിടെ ഇത് ഒഴുകി വരുന്ന റിവറാണ്. ഇവിടെ അതിൻ്റെ അറ്റത്തായിട്ട് നമുക്കിവിടെ ഒരു സ്ട്രക്ചേഴ്സ് കാണാം. രണ്ട് സൈഡിലായിട്ട് ഗൈഡ് വാൾസും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ സ്ട്രക്ചർ നോക്കി, റിവർ ഒഴുകി വരുമ്പോൾ അതിന് എതിരെ ക്രോസ് ആയിട്ട് വരുന്നത് ആദ്യം നമുക്കിവിടെ ഒരു വെയർ കാണും. വെയർ എന്ന് പറയുമ്പോൾ പറഞ്ഞു നമ്മൾ വെള്ളത്തിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ വാട്ടർ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബ്ലോക്കേജാണ് വെയർ. അപ്പോൾ വെയറിനെ വെയർ പ്രോപ്പർ എന്ന് വിളിക്കാറുണ്ട്, മെയിൻ വെയർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വെയർ വന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഡിവൈഡ് വാൾ ഉണ്ട്. ഡിവൈഡ് വാളിൻ്റെ ഇപ്പുറത്തായിട്ട് അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഈ അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത് നമ്മളിവിടെ വെള്ളം ഒഴുകി വരുമ്പോൾ ഇവിടെ കുറച്ച് ഏരിയ കെട്ടി നിർത്തുമല്ലോ വെള്ളം. അപ്പോൾ ഈ കനാലിലേക്ക് ഒഴുകി കയറുന്ന കനാൽ ഹെഡ് വർക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടേക്ക് വെള്ളം ഒഴുകി കയറാൻ നേരം ഇവിടെ കുറച്ച് ഏരിയയിൽ വാട്ടർ അക്യൂമുലേറ്റ് ആവുന്നുണ്ട്. അവിടെ ഈ സിൽറ്റ് അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ അണ്ടർ സ്ലൂയിസസ് യൂസ് ചെയ്യുന്നത്. അണ്ടർ സ്ലൂയിസസിൻ്റെ അടിയിലും ഇതേപോലെ ഗേറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് പൊക്കി നമുക്ക് സിൽറ്റിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ഡിവൈഡ് വാൾ ഉണ്ട്. ഡിവൈഡ് വാൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വെയറിൻ്റെ അവിടുത്തെ വെള്ളവും അണ്ടർ സ്ലൂയിസസിലെ വെള്ളവും തമ്മിലൊരു ക്രോസ് ഫ്ലോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു ഡിവൈഡ് വാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിവൈഡ് വാൾ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു സിഗ്സാഗ് പാറ്റേണിലൊരു സ്ട്രക്ചർ കാണും. അതിനെയാണ് ഫിഷ് ലാഡർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഫിഷ് ലാഡറിൽ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ കൂടെ വരുന്ന ഫിഷസിന് താഴോട്ട് ഡൗൺ സ്ട്രീമിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ട് ഡയറക്ഷനിലും മൈഗ്രേറ്റ് ചെയ്യും. താഴെയുള്ള ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഫിഷിനും മുകളിലേക്ക് നീന്തി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫിഷ് ലാഡർ പ്ലേസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സ്ലോപ്ഡ് ആയിട്ടുള്ളൊരു സർഫസ് ആണ്. അപ്പം ഈ ഫിഷ് ലാഡർ കൊടുക്കുന്നതുകൊണ്ട് ഈ ഫിഷസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല.
അടുത്തതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. ഇറ്റ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ദ ഹെഡ് ഓഫ് ഈച്ച് മെയിൻ കനാൽ ഓഫ് ടേക്കിംഗ് ഫ്രം ദ ഡൈവേർഷൻ ഹെഡ് വർക്ക്. കനാൽ ഹെഡ് റെഗുലേറ്റർ ഷുഡ് ബി അലൈൻഡ് സോ ആസ് ടു റിഡ്യൂസ് സിൽറ്റ് എൻട്രി ഇൻ ടു ദ കനാൽ ആൻഡ് ടു അവോയ്ഡ് ബാക്ക് ഫ്ലോ. അതായത് നമ്മൾ ഈ കനാലിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന അല്ലെങ്കിൽ വെള്ളം ഒഴുകി കയറുന്ന ആ ഒരു പോർഷനിലാണ് ഈ കനാൽ ഹെഡ് റെഗുലേറ്റർ ദൈവമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കനാലിലേക്ക് ഒഴുകി കയറുന്ന വെള്ളത്തിൽ സിൽറ്റ് മാക്സിമം കുറയാത്ത രീതിയിൽ വേണം ഈ ഹെഡ് റെഗുലേറ്റർ അലൈൻ ചെയ്യാൻ എന്നതാണ് പറയുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ റിവർ വാട്ടർ ഫ്രം എൻറ്ററിങ് ദ കനാൽ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോപ്പ് ദ കനാൽ സപ്ലൈസ് വെൻ സിൽറ്റ് ചാർജ് ഇൻ ദ റിവർ വാട്ടർ എക്സീഡ്സ് എ സർട്ടൻ ലിമിറ്റ്. നല്ല ഫ്ലഡ് ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ പുഴവെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്ന സിൽറ്റിൻ്റെ കണ്ടന്റും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ കനാലിലേക്ക് കയറുന്ന വെള്ളത്തിനെ തടയാനും കനാൽ റെഗുലേറ്റേഴ്സിന് പറ്റും. അടുത്തത് ഗൈഡ് ബാങ്ക്സ്. അപ്പോൾ ഈ ഏരിയയിലുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കനാലിൻ്റെ തുടക്കത്തിലായിട്ട് നമുക്ക് കനാൽ ഹെഡ് റെഗുലേറ്റർ ഉണ്ട്, ഇവിടെ അണ്ടർ സ്ലൂയിസസ് ഉണ്ട്. അണ്ടർ സ്ലൂയിസ് എന്തിനായിരുന്നു? ഈ ഒഴുകി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സിൽറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അണ്ടർ സ്ലൂയിസസിനെയും വെയറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ക്രോസ് ഫ്ലോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഡിവൈഡ് വാൾ കൊടുത്തിട്ടുണ്ട്. ഫിഷസിൻ്റെ മൈഗ്രേഷന് വേണ്ടിയിട്ട് ഫിഷ് ലാഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഗൈഡ് ബാങ്ക്സ് അതേപോലെ മാർജിനൽ ബണ്ട് എന്ന് പറഞ്ഞ രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഗൈഡ് ബാങ്ക്സ്? ഈ ഒഴുകി വരുന്ന റിവർ വാട്ടറിനെ കറക്റ്റായിട്ട് ഈ റെഗുലേറ്ററിലേക്ക്, കനാൽ ഹെഡ് റെഗുലേറ്റർ അതേപോലെ തന്നെ നമ്മുടെ ഡൈവേർഷൻ ഹെഡ് കറക്റ്റായിട്ട് അതിനെ ആ ഒരു ഡയറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്, അതിനെ ഗൈഡ് ചെയ്ത് കറക്റ്റ് ഡയറക്ഷനിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഗൈഡ് ബാങ്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Guide banks are provided on either side of the diversion headwork in alluvial soil for a smooth, non-tortuous approach to the diversion headwork and to prevent the river from outflanking the work. അപ്പോൾ വെള്ളം ഇതിന് ചുറ്റും ഒഴുകി പോകാതെ കറക്റ്റായിട്ട് നമ്മുടെ ഹെഡ് വർക്ക്സിൻ്റെ നേരെ തന്നെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ ഗൈഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഈ ഗൈഡ് ബാങ്ക്സ്. അടുത്തത് മാർജിനൽ ബൺസ് എന്താണ്? ഈ നമ്മൾ ഈ കനാൽ ഹെഡ് വർക്ക് അല്ലെങ്കിൽ ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയയ്ക്ക് സൈഡിലായിട്ട് വരുന്ന പ്രോപ്പർട്ടി ലാൻഡ്, അവിടേക്ക് വെള്ളം ഒഴുകി പോകാതെ, അതായത് നമ്മളിവിടെ വെള്ളം കെട്ടി നിർത്തുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്ലഡ് ലൈക്ക് സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ലെവൽ കൂടുന്നതുകൊണ്ട് തന്നെ ഈ വെള്ളം സൈഡിലുള്ള അഡ്ജോയിനിങ് പ്രോപ്പർട്ടിയിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൺസ് ഇവിടെ സൈഡിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് മാർജിനൽ ബൺസ് എന്ന് വിളിക്കുന്നത്. പ്രൊവൈഡഡ് ഓൺ either സൈഡ് ബാങ്ക് ഓഫ് ദ റിവർ upstream of the diversion headwork in alluvial soil to protect the land and property which is likely to be submerged during ponding of water during floods. ഇനി അടുത്ത ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കണം, സിൽറ്റ് എക്സ്ക്ലൂഡർ. സിൽറ്റ് എക്സ്ക്ലൂഡർ എന്താണെന്ന് വെച്ചാൽ ഈ കനാലിലേക്ക് വെള്ളം ഒഴുകി കയറാൻ നേരം അതിലെ സിൽറ്റ് കനാലിലേക്ക് കയറാതെ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഈ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ്. They prevent the entry of silt into the canal. The bottom layers of water which are highly charged with silt pass down the silt excluder and escape through the undersluices. അപ്പോൾ ഈ നമ്മൾ അണ്ടർസ്ലൂയിസസ് കൊടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ കനാൽ ഹെഡ് റെഗുലേറ്റർ വരുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ ഈ സിൽറ്റ് എക്സ്ക്ലൂഡറും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൽ സിൽറ്റ് കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അത് ഈ അണ്ടർസ്ലൂയിസസ് വഴി ഒഴുകി പോകണം താഴേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നത്. അത് ഈ സിൽറ്റിനെ, കനാലിലേക്ക് കയറുന്ന സിൽറ്റിനെ തടഞ്ഞ് നിർത്തുന്നു. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് കനാൽ ഹെഡ് വർക്ക് അതേപോലെ ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൽ അറിഞ്ഞിരിക്കേണ്ട പാർട്സ്. ഇനി ഒരു കാര്യം കൂടെ, ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കണം, സ്പർസ് ഓർ ഗ്രോയിങ്സ്. ഇത് നമ്മൾ ഈ ഹെഡ് വർക്കിൻ്റെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, പകരം ഹെഡ് വർക്കിൻ്റെ ആ ഒരു അപ്രോച്ച് ഏരിയ ഉണ്ടല്ലോ, അതായത് റിവറിൻ്റെ ബാങ്ക്സിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഈ സ്പർസ് ഓർ ഗ്രോയിങ്സ്. ഇതെന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒഴുകി വരുന്ന വാട്ടറിനെ ഒന്നെങ്കിൽ ഡൈവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാനോ ആണ്. അതായത് ഈ സിൽറ്റ് എവിടെ ഡെപ്പോസിറ്റ് ആകണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രോയിങ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രോയിങ്സ് അല്ലെങ്കിൽ സ്പേഴ്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ പ്രൊജക്ഷൻസ് ആണ്. ഇത് നമ്മൾ റിവർ വാട്ടറിൽ ഒന്നുകിൽ അപ്സ്ട്രീം സൈഡിലേക്ക് പോയിന്റ് ചെയ്ത് ഒരു ഇൻക്ലൈൻഡ് ആംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ഒരു ഇൻക്ലൈൻഡ് ആംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, ബേസ്ഡ് ഓൺ വേർ വി വോണ്ട് ദ സിൽറ്റ് ടു ഡെപ്പോസിറ്റ്. സിൽറ്റ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ അലൈൻ ചെയ്യുന്നത്. Spurs or groins are constructed to protect the river bank by keeping the flow away and creating a still pond for silting up the area.
ഇപ്പോൾ റിവർ ബാങ്കിന് നേരെ ഈ റിവറിൻ്റെ നല്ല ഡിസ്ചാർജോട് കൂടി ഫ്ലോ ചെയ്യുമ്പോൾ റിവർ ബാങ്കിന് അടുത്തുകൂടാണ് ഇത് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഇറോഷൻ സംഭവിക്കും. അപ്പോൾ ഈ ലാൻഡ് ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യണം. അതേപോലെ സിൽറ്റ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ സ്പേഴ്സിനെ അല്ലെങ്കിൽ ഗ്രോയിൻസിനെ അലൈൻ ചെയ്യാൻ പറ്റും. ഇനി പല ടൈപ്പ് അലൈൻമെൻറ്റ് ഉണ്ട്. അതോടെ അതിൻ്റെ പേരുകളാണ് എക്സാമിന് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. When it points upstream, it is a repelling type, and when it points downstream, it is called attracting type. ഈ ഒരു ഫിഗർ നോക്കിയേ, ഇതാണ് റിവറിൻ്റെ അപ്സ്ട്രീം സൈഡ്, അതായത് വെള്ളം ഒഴുകി വരുന്ന ഡയറക്ഷൻ അപ്സ്ട്രീം സൈഡും എങ്ങോട്ടേക്കാണോ ഒഴുകി പോകുന്നത് അത് ഡൗൺ സ്ട്രീം സൈഡും. ഈ അപ്സ്ട്രീം സൈഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതേപോലത്തെ പ്രൊജക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ, ഇതേപോലത്തെ സ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താ പറ്റുന്നത്? ഒഴുകി വരുന്ന വെള്ളം ഇതേ തട്ടിയിട്ട് ഈ സൈഡിലേക്കൊന്ന് ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതിനെയാണ് നമ്മൾ റിപ്പല്ലിംഗ് ഗ്രോയിൻ അല്ലെങ്കിൽ റിപ്പല്ലിംഗ് സ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഡൗൺ സ്ട്രീം സൈഡിലേക്കാണ് അതിനെ അലൈൻ ചെയ്ത് വെക്കുന്നതെങ്കിലോ, ഈ ഒഴുകി വരുന്ന വാട്ടർ ഇതിനെ തട്ടിയിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ വന്ന് ഈ റിവർ ബാങ്കിൻ്റെ അടുത്തേക്ക് ഒഴുകി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പിനെ നമ്മൾ അട്രാക്റ്റിംഗ് സ്പേഴ്സ് അല്ലെങ്കിൽ അട്രാക്റ്റിംഗ് ഗ്രോയിൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്സ്ട്രീം സൈഡിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് പേര് വിളിക്കുന്നു, ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പോയിന്റ് ചെയ്യുവാണെങ്കിൽ അതിനെ എന്ത് പേര് വിളിക്കുന്നു, പേരുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇത് രണ്ടും കൂടാതെ നമുക്ക് മറ്റ് ടൈപ്സുകളുണ്ട്. ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻസ്. ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് റിവർ ബാങ്കിൽ നിന്നും. അപ്പോൾ ഈ വാട്ടർ ഇതിനെ തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഹോക്കി സ്പേഴ്സ്, അതായത് ഒരു ഹോക്കി കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ബാറ്റിൻ്റെ അതിൻ്റെ ഒരു ഷേപ്പിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഹോക്കി സ്പെർ എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻവേർട്ടഡ് ഹോക്കി സ്പെർ എന്നും വിളിക്കാറുണ്ട്. ടി ഷേപ്പ് സ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ അട്രാക്റ്റിംഗ് ആൻഡ് റിപ്പല്ലിംഗ് ഗ്രോയിൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ടോപ്പിക്സിൽ അറിഞ്ഞിരിക്കാനുള്ളത്. അപ്പം നമ്മൾ കനാൽ ഹെഡ് വർക്ക് അല്ലെങ്കിൽ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് ഗ്രോയിൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.